നമുക്കിന്ന് തണുത്ത വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ ദോഷമാണോ? Is drinking cold water good or bad for health? അപ്പൊ ഇവിടെ നോക്കേണ്ടത് കോൾഡ് വാട്ടർ എന്താണ്? കോൾഡ് വാട്ടർ നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ എത്രയാണ്? 37 ഡിഗ്രി സെന്റിഗ്രേഡ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് ഒരു ഹെൽത്തി പേഴ്സന്റെ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ. ചെറുതായിട്ട് കാലാവസ്ഥയ്ക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. എങ്കിലും ഇതാണ് നോർമലി ഹെൽത്തി ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ബോഡി ടെമ്പറേച്ചർ വരിക. അപ്പോൾ ഈ കോൾഡ് വാട്ടർ എന്ന് പറയുന്നത് എന്താ? ഈ ടെമ്പറേച്ചറിന് താഴെ വരുന്നതെല്ലാം കോൾഡാണ്, ശരിയല്ലേ? ഈ ടെമ്പറേച്ചറിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെല്ലാം ഹോട്ട് വാട്ടർ ആണ് അല്ലെങ്കിൽ വാം വാട്ടർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി മറ്റൊരു വിഷയം, കോൾഡ് വാട്ടർ കുടിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഈ ടെമ്പറേച്ചറിന്റെ തൊട്ട് താഴെയുള്ള ഒരു 34 അല്ലെങ്കിൽ 33 ഡിഗ്രി ഒക്കെ ആണെങ്കിൽ അതും കോൾഡ് വാട്ടറാണ്. അതേസമയം ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഐസ് വാട്ടർ എടുത്ത് കുടിക്കുന്നത് നിങ്ങൾ കോൾഡ് വാട്ടർ ആണ് പറയണമെങ്കിൽ അത് ശരിയല്ലല്ലോ. സോ ദർ ഇസ് എ ബിഗ് ഡിഫറൻസ് വിത്ത് ഐസ് വാട്ടർ ആൻഡ് കോൾഡ് വാട്ടർ. ഇനി മറ്റൊരു വിഷയം, കോൾഡ് വാട്ടർ കുടിക്കുന്നത് എന്നാണ് പറഞ്ഞത്. നമ്മളിൽ എത്ര പേര് വെള്ളം കുടിക്കുന്നുണ്ട്? ചായ കുടിക്കുക, ജ്യൂസ് കുടിക്കുക എന്ന് പറയുന്ന പോലെയാണോ എല്ലാവരും വെള്ളം കുടിക്കുന്നത്? നിങ്ങൾ വെള്ളം കുടിക്കുകയല്ല നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്, വെള്ളം കമഴ്ത്തുകയാണ്, നേരിട്ട് വായിലേക്ക് അങ്ങോട്ട് കമഴ്ത്തുക, അതിനെ കുടിക്കുക എന്ന് പറഞ്ഞാൽ ശരി. പ്രകൃതിയിലുള്ള മറ്റേതൊരു ജീവിയെയും എടുത്തു നോക്കൂ, അവരെല്ലാം വെള്ളം സിപ്പ് ചെയ്താണ് കുടിക്കുന്നത്. കുറച്ച് കുറച്ചായി അവർ ശരിക്കും എൻജോയ് ചെയ്താണ് വെള്ളം കുടിക്കാറുള്ളത്. നമ്മൾ ചിലർ മാത്രമാണ് വെള്ളം കുപ്പിയോടെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അല്ലെങ്കിൽ ഗ്ലാസ് ആണെങ്കിലും ശരി എടുത്ത് മൊത്തത്തിൽ അങ്ങനെ വായിലേക്ക് ഒഴിച്ച് വയറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനകത്ത് ഇപ്പോഴെല്ലാം നമ്മളെല്ലാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളം എണ്ണ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എണ്ണയ്ക്ക് എന്താ സംഭവിക്കുക? നമ്മൾ മഞ്ഞുകാലത്തെല്ലാം തലയിൽ തേക്കുന്ന എണ്ണയൊക്കെ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതങ്ങനെ കട്ടയാവും. അതായത് നല്ല തണുപ്പുള്ള സമയത്ത് പുറത്ത് എന്താണോ സംഭവിക്കുന്നത് അതുപോലെ തന്നെ അകത്തും ഈ എണ്ണ ഫ്രോസ് ആയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അത് ദഹിക്കുക? അപ്പോൾ ചെറിയ ടെമ്പറേച്ചർ വേരിയേഷൻസ് എല്ലാം നമ്മൾ കുടിക്കുമ്പോൾ നാവിൽ വെച്ച് തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റഡ് ആയിട്ട് നമുക്ക് താഴേക്ക് പോകും, വയറ്റിലേക്ക് പോകും. പക്ഷെ ഇത് നേരിട്ട് ഒഴിക്കുമ്പോൾ ആ തണുപ്പ് നേരെ അകത്തേക്കല്ലേ പോവുക. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ കഴിയും. നല്ല എരിവാണെങ്കിൽ നിങ്ങൾ കുറച്ച് നല്ല തണുത്ത വെള്ളം ഐസ് വാട്ടറും കുടിച്ചു നോക്കൂ, എന്താ സംഭവിക്കുക? പിന്നെ എരിവ് ഉണ്ടാവില്ല. എന്താ കാരണം? എരിവ് പോയതല്ല, ആ സെൻസേഷൻ നമുക്ക് നഷ്ടപ്പെടും. നാവിന് പിന്നെ സെൻസ് ചെയ്യാൻ പറ്റില്ല, നാവ് ഫ്രീസായി പോകും. അതുകൊണ്ട് ആ എരിവ് അറിയാതിരിക്കുക. എക്സ്ട്രീം ടെമ്പറേച്ചറിൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഇത് നമ്മുടെ സ്റ്റൊമക്കിനകത്തും മറ്റുള്ള ഇന്റേണൽ ഓർഗൻസിനും എല്ലാം അത് ബാധിക്കും. കാരണം ബോഡിക്ക് നോർമൽ ആയിട്ടുള്ള ആ ടെമ്പറേച്ചറിലേക്ക് അത് കൊണ്ടുവരിക എന്നുള്ളൊരു സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് കുറച്ച് കോൾഡ് വാട്ടർ, ഐസ് വാട്ടർ അല്ല കേട്ടോ, കുറച്ച് കോൾഡ് വാട്ടർ കുടിക്കുമ്പോൾ നമ്മൾ ആ വെള്ളം നമ്മുടെ ബോഡിക്ക് അകത്ത് മുഴുവൻ സർക്കുലേറ്റ് ചെയ്ത് നമ്മുടെ വണ്ടികളുടെയൊക്കെ റേഡിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന പോലെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. എന്നാൽ അതിനു പകരം ഐസ് വാട്ടർ എടുത്ത് കമഴ്ത്തിയാലോ എന്തായാലും. തീപ്പൊള്ളലിനെ കുറിച്ച് കേട്ടില്ലേ? നമ്മുടെ സ്കിന്നിൽ എക്സ്ട്രീം ആയിട്ടുള്ള ചൂട് തട്ടുമ്പോൾ അത് പൊള്ളുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് തീ കൊണ്ട് മാത്രമേ പൊള്ളലുണ്ടാവുള്ളൂ എന്നാണോ? എക്സ്ട്രീം ഐസ് തട്ടിക്കഴിഞ്ഞാലും സ്കിന്ന് പൊള്ളും. അതിന് പറയുന്നൊരു പേരുണ്ട്, ഫ്രോസ്റ്റ് ബൈറ്റ്. നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്കിന്നിനൊക്കെ ഇതിൻ്റെ ടെമ്പറേച്ചർ വേരിയേഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും.
എന്നാൽ നമ്മൾ ഇന്റേണൽ ഓർഗൻസ് നമ്മുടെ ബോഡിക്കകത്ത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്ന ഒരു ഏരിയയിലുള്ള ആ ഓർഗൻസിന് അത്തരം കപ്പാസിറ്റി ഉണ്ടാവണം എന്നില്ല. സോ വളരെയധികം തണുപ്പുള്ള ഒരു സാധനം നമ്മൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് താങ്ങാനാവാതെ അവിടെ ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്തത് കൊണ്ട് എനിക്കിപ്പോൾ പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് വെച്ചത് കൊണ്ട് അത് ശരിയാവണം എന്നില്ലല്ലോ, ആ പ്രാക്ടീസ് ശരിയായിക്കൊള്ളണം എന്നില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവാം, ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയുന്നില്ല എന്ന് മാത്രം. മറ്റൊരു കാര്യം നോക്കാം. നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഫിലമെന്റ് ലാമ്പ് കണ്ടിട്ടുണ്ട്, മുട്ട ബൾബ്. അത് നല്ല ചൂടായിരിക്കുന്ന സമയത്ത് അതിലേക്ക് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സഡൻ ടെമ്പറേച്ചർ ചേഞ്ച് അതിന് ബ്ലാസ്റ്റ് ചെയ്യും. ഇതുകൊണ്ടാണ് എക്സ്ട്രീം ടെമ്പറേച്ചർ ചേഞ്ചസ് ഒരു മെറ്റീരിയലിനും അക്സെപ്റ്റബിൾ അല്ല. സോ പരമാവധി നമ്മുടെ ബോഡി ടെമ്പറേച്ചറുമായി അടുത്ത് നിൽക്കുന്ന വെള്ളം, അത് ചൂടുവെള്ളമാണെങ്കിലും ശരി തണുത്ത വെള്ളമാണെങ്കിലും ശരി, ബോഡിക്ക് സഹിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റ് ആവാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ ലിമിറ്റിലൊക്കെ ആണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. അതല്ലാതെ എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചറിലൊക്കെ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പൊള്ളൽ വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.